നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് 5 മാസമായിട്ടും പുറത്തുവിടാത്തതിൽ വിവാദം ചൂടുപിടിക്കുന്നു. റിപ്പോർട്ട് പുറത്തുവിടാനുള്ള തിരക്കിട്ട നീക്കത്തിൽ എഡിജിപി. തൃശൂർ പൂരം വിവാദത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി VS സുനിൽകുമാർ. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം അട്ടിമറിച്ചതായി, പൂരം കലക്കിയതിനു പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നും സുനിൽകുമാർ. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നിട്ടില്ലെന്ന വിവരാവകാശ റിപ്പോർട്ട് സംബന്ധിച്ച് അറിയില്ലെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. ഇക്കാര്യത്തിൽ അന്വേഷിച്ച ശേഷം മറുപടി പറയാമെന്നും കെ രാജൻ. എഴുത്തുകാരനും ചരിത്ര ഗവേഷകനുമായ വേലായുധൻ പണിക്കശ്ശേരി അന്തരിച്ചു. ചരിത്ര ഗവേഷണം, ജീവചരിത്രം, ബാലസാഹിത്യം തുടങ്ങിയ വിഭാഗങ്ങളിലായി 60-ലേറെ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. എലിപ്പനിക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ്. 4 വർഷത്തിനിടെ എലിപ്പനി ബാധിച്ച് സംസ്ഥാനത്ത് മരിച്ചത് 1000-ലേറെ പേർ. ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘത്തിന്റെ 56ാമത് ദേശീയ സമ്മേളനത്തിന് തൃശൂരിൽ തുടക്കമായി. ശ്രീ ശങ്കര ഹാളിൽ നടന്ന സമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം തിങ്കളാഴ്ച സമാപിക്കും. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ 2ാം കവാടത്തിനരികിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. 50 വയസ്സ് തോന്നിക്കും. മാമ്പ്ര സ്വദേശി ഷംജാദാണ് മരിച്ചത്. കൊലപാതകമാണെന്നാണ് പ്രാഥമിക സൂചന. കൊടുങ്ങല്ലൂർ ചന്തപുരയിൽ പൂക്കടയിൽ നിന്നും പണം കവർന്നു. ഉഴുവത്തുകടവ് തരൂ പീടികയിൽ നൌഷാദിന്റെ ഉടമസ്ഥതയിലുള്ള KK ഫ്ലവേഴ്സിലാണ് മോഷണം നടന്നത്. കേരളീയ ചുമർ ചിത്ര ശൈലിയിൽ വരച്ച ഭൂലോക വൈകുണ്ഠം ശ്രദ്ധ നേടുന്നു. അനന്തശായിയായിട്ടുള്ള മഹാവിഷ്ണുവിനെയാണ് ബ്രഹ്മ മഹേശ്വര സാന്നിധ്യത്തിൽ ചിത്രസാക്ഷാത്കാരം നൽകിയത്. വെങ്കിടങ്ങിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. പി സ്റ്റീഫൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി തജ്നീദ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പുതിയ ലോഗോ പ്രകാശനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന ലോഗോ പ്രകാശനം നിർവഹിച്ചു. ലയൺസ് ക്ലബ് പാവറട്ടി റോയലിന്റെ നേതൃത്വത്തിൽ 1 വർഷം നീണ്ടുനിൽക്കുന്ന സൌജന്യ പ്രമേഹ പരിശോധനയ്ക്ക് തുടക്കമായി. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ജെയിംസ് പോൾ വളപ്പില സൌജന്യ പ്രമേഹ പരിശോധനകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ ബുധനാഴ്ച നടത്തുന്ന പാർലമെന്റ് ധർണയ്ക്ക് മുന്നോടിയായിട്ടുള്ള ജില്ലാ വാഹന പ്രചരണ ജാഥയ്ക്ക് വടക്കാഞ്ചേരിയിൽ സ്വീകരണം നൽകി. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം MS സിദ്ധൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ മനുഷ്യാവകാശ സമിതിയുടെ അംഗത്വ പ്രചരണത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ഞായറാഴ്ച തമിഴ്നാട്ടിലെ രാജപാളയത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ, ജനറൽ സെക്രട്ടറി K നന്ദകുമാർ, ഉഷ രാമചന്ദ്രൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന സ്വകാര്യ ബസ്സിലെ മുൻ ജീവനക്കാരുടെയും ഉടമസ്ഥരുടെയും കൂട്ടായ്മ തൃശൂർ ഓൾഡ് ബസ് ബഡീസ് സംഘടന രൂപീകരിച്ചു. സംഘടനാ പ്രസിഡന്റായി അക്കുവിനെയും സെക്രട്ടറിയായി ജയരാജനെയും ട്രഷററായി പ്രകാശിനെയും തിരഞ്ഞെടുത്തു. അന്നമനട പഞ്ചായത്ത് ആരംഭിച്ച സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിനായി അത്യാധുനിക സൌകര്യങ്ങളുള്ള ക്ലാസ് മുറി ഒരുങ്ങി. പുതിയ ബാച്ചിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. അന്തിക്കാടൻ നൂറുൽ ഹുദ മദ്രസ വിദ്യാർത്ഥികളുടെ ആഭിമുഖ്യത്തിൽ മീലാദ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. മഹല്ല് ഖത്തീബ് CA അബ്ദുസലാം അഹ്സനി ഉദ്ഘാടനം ചെയ്തു. പോർക്കുളം അഗതിയൂരിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അഗതിയൂർ തടത്തിൽ വീട്ടിൽ കുമാരന്റെ മകൻ 45 വയസ്സുള്ള പ്രദീപിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാനതല കൺവെൻഷൻ ഈ മാസം 23-ന് തൃശൂരിൽ സംഘടിപ്പിക്കും. റീജിയണൽ തിയേറ്ററിൽ നടക്കുന്ന സമ്മേളനം ആം ആദ്മി പാർട്ടി ദേശീയ സെക്രട്ടറി പങ്കജ് ഗുപ്ത ഉദ്ഘാടനം ചെയ്യും. കുണ്ടന്നൂർ ഡിവൈൻ ലവ് കോൺവെന്റിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് മാർ ടോണി നീലങ്കാവിൽ കൃതജ്ഞതാ ബലി അർപ്പിച്ചു. ജൂബിലി ആഘോഷ സമ്മേളനം മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. നാദസ്വര കലാകാരന്മാരുടെ പ്രഥമ സംസ്ഥാന സമ്മേളനം ഞായറാഴ്ച തൃശൂരിൽ സംഘടിപ്പിക്കും. നാദസ്വര തകിൽ വാദ്യകലയെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ മത്സര ഇനമായി ഉൾപ്പെടുത്തണമെന്ന് നാദസ്വര തകിൽ വാദ്യ സംഘടന സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ചേനം തരിശുപടവിൽ ചേർപ്പ് പഞ്ചായത്ത് സൌജന്യമായി കർഷകർക്ക് നൽകിയ നെൽവിത്തിന്റെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് നിർവഹിച്ചു. ചേനം തരിശുപടവ് പ്രസിഡന്റ് PP ബിജു അധ്യക്ഷത വഹിച്ചു. കേരള ഗവൺമെന്റ് ആയുർവേദ ഫാർമസിസ്റ്റ് അസോസിയേഷൻ 38ാം സംസ്ഥാന സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിലായി തൃശൂരിൽ സംഘടിപ്പിക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി ഞായറാഴ്ച നടക്കുന്ന പൊതുസമ്മേളനം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും.
മതിലകം പടിയൂർ പൈതൃകം സാംസ്കാരിക കൂട്ടായ്മ രണ്ടാമത് ഇരുട്ടുകുത്തി ജലോത്സവം സംഘടിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ജലോത്സവം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ 26 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. സംസ്ഥാനതല ഉദ്ഘാടനം കുട്ടനെല്ലൂരിൽ റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. പ്രാദേശിക മാധ്യമ പ്രവർത്തകർ ഒക്ടോബർ 14 നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് വിജയിപ്പിക്കാൻ കേരള ജേർണലിസ്റ്റ് യൂണിയൻ പാവറട്ടി മേഖലാ യോഗം തീരുമാനിച്ചു. KJU സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബിജോയ് പെരുമാട്ടിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ പോഷകസമൃദ്ധമായ നാടൻ വിഭവങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പോഷകാഹാര പ്രദർശനം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ ഗ്രാന്റ് വരുമാന പരിധി നിശ്ചയിച്ചതിൽ പ്രതിഷേധിച്ച് ഭാരതീയ പട്ടികജന സമാജം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുൻ MLA VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂരിലെ തോൽവി VS സുനിൽകുമാറിന് ഉൾക്കൊള്ളാനായിട്ടില്ലെന്ന് BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ്. പോലീസ് പൂരം കലക്കിയെന്ന ആക്ഷേപം മുഖ്യമന്ത്രിയോടാണ് ചോദിക്കേണ്ടതെന്നും നാഗേഷ്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.